ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കാൻ KSRTCയുടെ സ്വിഫ്റ്റ് ബസ് നിർമ്മിച്ച് കാത്തിരിക്കുകയാണ് മതിലകം സ്വദേശിയായ സൈനുൽ ആബിദ് എന്ന 17-കാരൻ. കരവിരുതും ഭാവനയും സമന്വയിച്ചാണ് ഈ മിനിയേച്ചർ ബസിന്റെ നിർമ്മിതി. എമർജൻസി വാതിലും സീറ്റുകളും ലൈറ്റുകളും ബോർഡുമെല്ലാം പരമാവധി പൂർണ്ണതയോടെ കുഞ്ഞൻ ബസ്സിലും കാണാം. മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയായ സൈനുൽ ആബിദ് തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് സ്വിഫ്റ്റിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് സ്വിഫ്റ്റിനോടുള്ള കമ്പം മനസ്സിൽ കയറിയത്. ബസ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എൻ്റെ ഒരു കളിക്കുന്ന ബസ് ഉണ്ടായി. അത് പൊളിഞ്ഞപ്പോൾ അതിൻ്റെ സീറ്റ് വെച്ച് വീണ്ടും ഒരു ബസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എന്തൊക്കെ ആയി, ബസ് പോലെ ഒന്നും ആയില്ല. പിന്നെ 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ 7ാം ക്ലാസ് തീരാനായപ്പോൾ കൊറോണ വന്നു. അങ്ങനെ ഇത് വീണ്ടും ഉണ്ടാക്കി. അങ്ങനെ പയ്യെ ബസ്സിൻ്റെ രൂപമൊക്കെ ആയി തുടങ്ങി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെയൊക്കെ അരിഞ്ഞ് ഫോറക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ അരിഞ്ഞ് അങ്ങനെ ഇവിടെ കൊടുങ്ങല്ലൂർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി മേടിച്ച് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ കുറേ ആയി. ഇപ്പം ഉണ്ടാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഇത് ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ഉള്ള മോഡലാണ്. കേരളത്തിൽ ഈ പ്രകാശ് എന്ന് പറയും, ബാംഗ്ലൂരിന് ഉള്ള അവിടെ നിന്ന് ബോഡി കെട്ടി ഇറക്കണമാണ് ഈ ബസ്സുകളൊക്കെ കേരളത്തിൽ. ആ ബസ്സിൻ്റെ ഫ്രണ്ടും ബാക്കും ഇതിനൊക്കെ ഓരോ പേരുണ്ട്. അതിനെ സെഡോൺ എന്ന് പറയും, ഇതിനെ വെഗ എന്ന് പറയും. അങ്ങനെ ഓരോന്നിനും ഓരോ പേരുണ്ട്. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നോക്കി വരച്ച് ഉണ്ടാക്കും. ഫോറക് ഷീറ്റ് ഉപയോഗിച്ചിട്ട്. പിന്നെ പശ, പിന്നെ ബ്ലേഡ് ഉണ്ട്, പേന പോലത്തെ ഒരു ബ്ലേഡ്. അതുകൊണ്ടാകുമ്പോൾ സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഉപയോഗിച്ചുണ്ടാക്കും. പിന്നെ ഒട്ടും താമസിച്ചില്ല. മനസ്സിൽ ഒപ്പിയെടുത്ത ബസിന്റെ രൂപം ദിവസങ്ങൾക്കകം യാഥാർത്ഥ്യമാക്കി. നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് ഈ മിനിയേച്ചർ ബസ് ഗതാഗത മന്ത്രിക്ക് സമ്മാനിക്കണമെന്ന ആഗ്രഹം മനസ്സിലുദിച്ചത്. മന്ത്രി കൊടുങ്ങല്ലൂർ മേഖലയിലെത്തുമ്പോൾ കൈമാറുമെന്നാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. മതിലകം വാട്ടർ ടാങ്കിന് കിഴക്ക് രായമരക്കാർ വീട്ടിൽ കബീറിന്റെയും ഷമീനയുടെയും മകനായ സൈനുൽ ആബിദ് സ്വന്തമായി നിർമ്മിച്ച ബസ് മിനിയേച്ചറുകളിൽ 16ാമത്തേതാണ് സ്വിഫ്റ്റ്. പ്രമുഖ സർവീസുകളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും മാതൃകകളും കൂട്ടത്തിലുണ്ട്. ഫോറക് സ്ട്രീറ്റിൽ വരച്ച് വെട്ടിയെടുത്ത് ഒട്ടിച്ചുണ്ടാക്കുന്ന ബസ്സിന് 2500 രൂപയോളം ചിലവ് വരും. ഫസ്റ്റ് ഫ്രണ്ട് ഉണ്ടാക്കും, ഫോട്ടോ നോക്കിയിട്ട് വരച്ച് മുറിച്ചുണ്ടാക്കും. അത് കഴിഞ്ഞ് ബാക്ക് ഉണ്ടാക്കും. ബാക്കും ഫ്രണ്ടും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അളവിൽ സൈഡ് ഉണ്ടാക്കും. പിന്നെ സൈഡിൻ്റെ നടുക്കൊരു പ്ലാറ്റ്ഫോം വെച്ച് കൂട്ടി ഒട്ടിച്ചിട്ട് ഫ്രണ്ടും ബാക്ക് ഒട്ടിക്കും. ഉള്ളിലത്തെ സീറ്റ് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് ടോപ്പ് ഒട്ടിക്കും. അവസാനമാണ് ഈ ടയർ വെക്കാം. പിന്നെ ടയറൊക്കെ വെച്ച് പെയിൻ്റ് അടിച്ച് ക്ലിയർ കോട്ട് അടിക്കും. ആവശ്യപ്പെട്ടവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. വേണമെന്ന് പറയണവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവരേക്ക് വേണ്ട അവർ ഫോട്ടോ അയച്ചു തരും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കും. ഒരു ബസ്സിന് ഏകദേശം ഒരു 2500 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ലൈറ്റ്, സ്റ്റിക്കർ, ഈ ഷീറ്റൊക്കെ അടക്കം, പശ എല്ലാം കൂടിയും കൂട്ടി. സ്കൂളിലത്തെ എക്സിബിഷനൊക്കെ പങ്കെടുത്താറുണ്ട്. ബസ് മാത്രം 15 ഉണ്ട്. പിന്നെ ഒരു ലോറി ഉണ്ടായി. പിന്നെ ഒരു കാർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്കൂളിലേക്ക് ഒരു ജീപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അവരാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു തരുന്നതും കൊണ്ടുപോകുന്നതൊക്കെ മേടിക്കാൻ. മകന് കട്ട സപ്പോർട്ട് നൽകുന്ന മാതാപിതാക്കളും ബന്ധുക്കളുമാണ് സഹായികൾ. ബസ് ഉടമകളുടെ ആവശ്യപ്രകാരം അവരുടെ ബസ്സുകളുടെ മാതൃകകളും നിർമ്മിച്ചു നൽകാറുണ്ട്. കുഞ്ഞൻ വാഹനങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സംസ്ഥാനതല മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടൂറിസ്റ്റ് ബസ് ഗ്രൂപ്പുകളിലും ഈ ബസ് നിർമ്മാണ വിദഗ്ധൻ അംഗമാണ്. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ.
മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ.